കർത്താവിൽ ബഹുമാന്യരായ എല്ലാ സ്നേഹിതർക്കും വിശ്വാസികൾക്കും എൻ്റെ സ്നേഹവന്ദനം. വേദപുസ്തകത്തിലെ, പ്രത്യേകിച്ച് പുതിയ നിയമത്തിലെ ഏറ്റവും വലിയൊരു ആപ്തവാക്യം, സുവിശേഷങ്ങളിൽ ഏറ്റവും കാതലായ ഒരു ആപ്തവാക്യം, ലോകത്തോടും മനുഷ്യരോടും നമുക്ക് പറയാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു ആപ്തവാക്യമാണ്: മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. യേശുവിൻ്റെ ശിഷ്യഗണങ്ങൾ കർത്താവിനെ അനുധാവനം ചെയ്തതിൻ്റെ പുറകിൽ ഒരു ഐഹിക രാജ്യവും രാജ്യസ്ഥാപനവും അതിൻ്റെ പുറകിലെ മന്ത്രിക്കസേരയും മോഹിച്ചുകൊണ്ടായിരുന്നു ആദ്യ നാളുകൾ യേശുവിനെ അനുഗമിച്ചത്. എന്നാൽ യേശു കർത്താവ് ശിഷ്യഗണങ്ങളെ നോക്കിയിട്ട് പറഞ്ഞു: അല്ലയോ ശിഷ്യഗണങ്ങളെ, ആകാശത്തിലെ പറവകൾക്ക് ആകാശമുണ്ട്, കുറുനരികൾക്ക് കുഴികളുണ്ട്, മനുഷ്യപുത്രന് തലചായ്പാൻ ഇടമില്ല. അവർ മനസ്സിലാക്കി, തങ്ങൾ അനുഗമിക്കുന്ന, അനുധാവനം ചെയ്യുന്ന ഈ മഹാഗുരുവിന്, ഈ ഗുരുശ്രേഷ്ഠന് സ്വന്തമായിട്ടൊരു പാർപ്പിടം പോലുമില്ലാത്ത ഇദ്ദേഹം എങ്ങനെ ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ നിവർത്തും? യേശു കർത്താവ് പറഞ്ഞു: എൻ്റെ രാജ്യം ഐഹികമല്ല. ഞാൻ വന്നത് മാനവലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി. വിലക്കപ്പെട്ട കരിഭക്ഷിച്ച് മരണത്തിൻ്റെ അണുക്കൾ പേറിയ മാനവലോകത്തെ മരണത്തിൻ്റെ കയ്യിൽ നിന്ന്, പാപത്തിൻ്റെ ഗർത്തങ്ങളിൽ നിന്ന് വീണ്ടെടുത്ത് അവരെ രക്ഷിപ്പാൻ ലോകത്തിലേക്ക് വന്നു. ആ രക്ഷിതാവാണ് കർത്താവായ യേശു. ഞാൻ വന്നത് പാപിയെ രക്ഷിക്കാൻ. കർത്താവായ യേശു പറഞ്ഞു: നിങ്ങളുടെ യഹൂദന്മാർ എന്നെ പിടിക്കും, എന്നെ ക്രൂശിക്കും. നിങ്ങളുടെ മൂപ്പന്മാർ, നിങ്ങളുടെ പുരോഹിതന്മാർ എന്നെ കൊണ്ടടിക്കും. ഞാനോ ആമൻ ക്രൂശിൽ മരിക്കും, മൂന്നാം ദിവസം ഞാൻ ഉയർത്തെഴുന്നേൽക്കും. യേശു കർത്താവിൻ്റെ ഈ വാക്ക് അവർ ആശ്ചര്യത്തോടെ നോക്കി നിന്നു. എൻ്റെ പ്രിയമുള്ളവരെ, കാലസമ്പൂർണതയിൽ സ്ത്രീയുടെ സന്തതിയായി പ്രവചനത്തിനൊത്തവണ്ണം കർത്താവ് ലോകത്തിലേക്ക് വന്നു, ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. യേശു ലോകത്തിൽ തൻ്റെ ശിഷ്യഗണങ്ങളോട് ലോകത്തിൽ ഒരിക്കലും വിലമതിക്കാൻ ആർക്കും പറ്റാത്തൊരു വാഗ്ദത്തം നൽകി: നിങ്ങൾ ജെറുസലേമിൽ കാത്തിരിക്കണം, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിങ്ങളുടെ മേൽ വരും. അപ്പോൾ നിങ്ങൾ ശക്തി പ്രാപിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും എന്ന വാഗ്ദത്തം കാത്തിരുന്ന് പെന്തക്കോസ്ത് ദിനത്തിൽ അവരെ പ്രാപിച്ച് അവരുടെ ഐഹിക കാലത്ത് അവർ കണ്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹിമ കണ്ട സാക്ഷികളായി എൻ്റെ മാന്യമിത്രങ്ങളെ, ജെറുസലേമിൻ്റെ തെരുക്കോണുകളിലൂടെ യേശുവിൻ്റെ ഐശ്വര്യമുള്ള നാമത്തെ അവർ ഉയർത്തി പറഞ്ഞു: ഈ ദേവാലയത്തെക്കാൾ വലിയവൻ, ഈ യോനയേക്കാൾ വലിയവൻ, നിങ്ങൾ പറയുന്ന ഏത് പിതാക്കന്മാരെക്കാൾ വലിയവൻ കർത്താവായ യേശു. അവനെ തേജസ്സോടെ ഞങ്ങൾ കണ്ടു, അവനെ ഞങ്ങൾ കണ്ടു, അനുഭവിച്ചു, തൊട്ടു. ആ ജീവന്റെ വചനം സംബന്ധിച്ച് നിങ്ങളോടും ഞങ്ങൾ വിളിച്ചു പറയുന്നു എന്ന് പറഞ്ഞവർ മുൻപോട്ട് പോകുമ്പോൾ അവരെ അറസ്റ്റ് ചെയ്ത് സന്നിധിയും സംഘത്തിന്റെ മുൻപാകെ നിർത്തി. എന്നിട്ട് അവരോട് വിസ്താരം നടത്തുന്ന മഹാപുരോഹിതൻ, 72 പേര് അടങ്ങുന്ന മതകോടതിയുടെ വിസ്താരത്തിന് മുൻപിൽ പത്രോസും യോഹന്നാനും ഇങ്ങനെ നിൽക്കുമ്പോൾ അവരുടെ മൂർത്ത നോട്ടങ്ങൾ അവരെ ഒടുക്കിക്കളയാൻ, അവരുടെ സഹോദരനായ യാക്കോബിനെ വാളുകൊണ്ട് കൊന്ന്, മാന്യമിത്രങ്ങളെ, അങ്ങനെ അവരെ നശിപ്പിക്കാൻ ഓങ്ങി നിൽക്കുന്ന ഒരു ജനത്തിന്റെ നടുവിൽ ഭയം ലേശമില്ലാതെ ഈ 2 പേർ അവിടെ നിൽക്കുകയാണ്. നിൽക്കുമ്പോൾ മഹാപുരോഹിതന്റെ ചോദ്യങ്ങൾ, ആൾക്കാരുടെ ആക്രോശങ്ങളുടെ നടുവിൽ ഇവർ ഭയം ലേശം തട്ടാതെ അവരുടെ കണ്ണുകളിലേക്ക് തുറിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞ വാക്കാണ്: മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. എൻ്റെ മാന്യ സുഹൃത്തുക്കളെ, ഇവരുടെ അരുമനാഥരെ അല്പചില ദിവസങ്ങൾക്ക് മുൻപ് വിസ്തരിച്ച അതേ മഹാപുരോഹിതൻ, അല്പനാളുകൾക്ക് മുൻപ് മുഷ്ടി ചുരുട്ടി ഇടിച്ച അതേ പടയാളികൾ, അതേ സന്നിധി സംഘം കള്ളക്കേസുകളും കള്ളസാക്ഷ്യങ്ങളും ഉണ്ടാക്കി യേശുവിനെ ക്രൂശിക്കാൻ, വിധി പറയാൻ വെമ്പൽ കൊണ്ട് അതേ ന്യായാധിപന്റെ മുൻപിൽ, അതേ മഹാപുരോഹിതന്റെ മുൻപിൽ കണ്ണ് ചിമ്മാതെ, മനം മടുക്കാതെ, ധൈര്യം ചോർന്നു പോകാതെ ആ ഭക്തൻ വിളിച്ചു പറഞ്ഞു: മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല. അല്ലയോ മഹാപുരോഹിതനെ, അല്ലയോ ജൂതകുലത്തിന്റെ മഹാപ്രമാണിയായവരെ, ഈ ലോകത്തിൽ നിങ്ങൾ പറയുന്ന 613
113 കൽപ്പനയുള്ള നിങ്ങളുടെ ന്യായപ്രമാണവും ഈ ദേവാലയവും ഈ ശുശ്രൂഷകളും ഈ കർമ്മകാണ്ഡങ്ങൾക്കും നിങ്ങളെ രക്ഷിപ്പാൻ ആവില്ല. കർത്താവായ യേശു എന്ന മഹാരക്ഷിതാവ് നിങ്ങൾക്ക് വേണ്ടി വന്നു. അതുകൊണ്ട് അവർ വിളിച്ചു പറഞ്ഞു, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. ഭാരതത്തിൽ, ലോകത്തിൽ ഈ കാണുന്ന ജനസഹസ്രങ്ങളോട് ഞങ്ങളും വിളിച്ചു പറയുന്നു, ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷിക്കാൻ ഏകനാമം, അത് കർത്താവായ യേശു എന്ന നാമം.